ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നിതാ ഞാൻ വന്നിട്ടുള്ളത് ഉമ്മ വന്നിട്ടുള്ള ഒരു ഡേ ആയിട്ടാണ്. അപ്പോൾ വന്ന പാടെ തന്നെ ഉമ്മ പറഞ്ഞിട്ടുള്ളതാ വാഷ് ചെയ്യുമ്പം ഡ്രസ്സ് ആറിടാനുള്ള സ്പേസ് ഇല്ല. അപ്പോൾ വന്ന പിറ്റേന്ന് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ടെറസിൽ പോയിട്ട് അയൽ കെട്ടുന്നതാണ്. അപ്പോൾ അന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇത് ഞാൻ ഈ ഒരു അയൽ കെട്ടുന്നതും പിന്നെ അത് മാത്രമേ എടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ പിറ്റേന്നാന്ന് തോന്നുന്നു ഈ ഒരു മൊത്തം ഡേ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ടെറസ് കയറിയിട്ടുള്ളതാണ്. മുമ്പ് നമ്മൾ ടെറസിൽ വരോ നോക്കുകയൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവരൊക്കെ വന്നേരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഇതാ അയലെല്ലാം കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഞാൻ അന്ന് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. ഒരു വന്ന പാടല്ലേ ഒന്നും അങ്ങ് സെറ്റായിട്ടുണ്ടായിട്ടില്ല റൂമിൽ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഉമ്മ വന്നുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെ ഇറങ്ങണ്ട, ഉമ്മ ഉണ്ടാക്കിക്കോളും. അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ചിട്ട് പാത്രങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അതാത് സ്ഥലത്ത് എടുത്ത് വെക്കല. അതിൻ്റെ ഇടയിൽ തന്നെ ഉമ്മ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ചൂട് പോവട്ടെ എന്നുള്ള രീതിയിൽ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തു വെക്കലാണ്. പിന്നെ സൈഡിൽ നിന്ന് ഉമ്മ ദോശ ചുടുന്നുണ്ട്. രാവിലെ പൊതുവെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കില്ല. എൻ്റെ കഴിഞ്ഞ വ്ളോഗെല്ലാം കാണുന്നവർക്കറിയാം. പക്ഷെ ഇപ്പോൾ ഉമ്മ വന്ന് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ്. അതൊക്കെ ഒന്ന് ആറിയിടാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് പോവല. ഇതിപ്പം അയൽ കെട്ടിക്കൊണ്ട് ഭയങ്കര ഉപകാരമാണ്. അന്നത്തെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്ത് എന്നാലും രാവിലെ ഒരു വെയിലുണ്ടാവലുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഡ്രസ്സെല്ലാം മാറിയിടൽ. റൂമിൽ ഡ്രൈ സ്റ്റാൻഡ് 2 വെക്കാനുള്ള സ്പേസും ഇല്ല. അന്നേരം ഭയങ്കര കൺജസ്റ്റഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ടെറസ് യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ടെറസിലേക്ക് മാറിയിട്ടുള്ളത്. നാട്ടിലത്തെ പോലത്തെ ഫീൽ തന്നെ ഇപ്പോൾ ഉള്ള വാഷ് ചെയ്തിട്ട് മുകളിൽ വന്ന് ആറിയിടലും അങ്ങനെ ഇപ്പോൾ തോന്നൽ. അങ്ങനെ ഡ്രസ്സെല്ലാം ആറിയിട്ടിട്ട് തിരിച്ച് റൂമിലേക്ക് വന്നിട്ടുള്ളതാ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഈ ഒരു ടൈം മോൻ എണീറ്റിട്ടുണ്ടായിട്ടില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കുള്ള ഫുഡ് എടുക്കലാണ് ദോശയും പിന്നെ തലേന്ന് ഉമ്മ വെച്ചിട്ടുള്ള തന്നെ നങ്കറി ഉണ്ടായിന്. അപ്പോൾ അത് രണ്ടും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഞാനും മോളും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ട് ദോശ ഉണ്ടാക്കില്ല ബാക്കിയുള്ളത്. അപ്പോൾ ആ ഒരു ടൈം ഉമ്മയും ഉപ്പയും ഫുഡ് കഴിക്കാനിരുന്ന് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കുറേ പാത്രം ഉണ്ടായിന് കഴുകാൻ. അപ്പോൾ ഇപ്രാവശ്യം ഉമ്മ എല്ലാം കഴുകിയെടുക്കുന്നുണ്ടായത്. ഉമ്മക്ക് പിന്നെ പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഉമ്മക്ക് അങ്ങ് വിട്ടുകൊടുത്ത്. ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ കാര്യം നോക്കല്ല. ഉച്ചയ്ക്ക് ഇന്ന് സാമ്പാറും വറുത്തരച്ചിട്ടുള്ള സാമ്പാർ പിന്നെ ക്യാബേജ് വറവും ചോറും അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ഉമ്മ തന്നെ കേട്ടോ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം ഉച്ചക്കത്തത്. സാമ്പാർ കറീൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിട്ടില്ല, എന്നാലും കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ മനസ്സിലാവും എന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ആദ്യം തന്നെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഫുള്ളായിട്ടുള്ള ഹോൾ കുരുമുളക്, പിന്നെ സാമ്പാർ പൗഡറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കലാണ് തേങ്ങ. അപ്പോൾ ഇത് ചെയ്യുമ്പം ഞാൻ ഇപ്പുറത്തുനിന്ന് ക്ലീനിങ്ങിൻ്റെത് ചെയ്യല. ഇന്ന് എല്ലാവരും ബെഡ്ഷീറ്റ് മാറ്റലും പിന്നെ അതൊക്കെയാണ് ഇന്ന്. പാരൻസ് വന്നേ പിന്നെ ഇപ്പം പണ്ടത്തെ പോലത്തെ റുട്ടീനൊന്നും അല്ല, ഫുള്ള് ചേഞ്ചായി. തോന്നിയ ടൈം തോന്നും പോലെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകം ടൈമോ അല്ലെങ്കിൽ ഇന്ന സമയത്ത് തീർക്കണം അങ്ങനെയൊന്നുമില്ല. എന്തൊക്കെയോ ഉള്ളത്. ഇതുവരെ അവർ വന്നിട്ട് ഇതുവരെ
ടൈമിൽ ഒന്ന് സെറ്റായിട്ടുണ്ടായിട്ടില്ല. എന്നാലും അൽഹംദുലില്ലാ ഉമ്മ കൂടി ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉമ്മ നല്ലപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങ എല്ലാം. ഇനി ഇത് ഒന്ന് തണിയാൻ വേണ്ടിക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വെജീസ് എല്ലാം ആവശ്യത്തിനുള്ള വെജീസ് എല്ലാം കട്ട് ചെയ്തെടുക്കില്ല. ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചക്കായ് ഫുള്ളൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുരുമുളക് എന്ന് പറയുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, അതേപോലെ തന്നെ കോവയ്ക്കും, പിന്നെന്താ കുറേയുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനവിടെ ക്യാമറ വെച്ചിട്ട് ഇപ്പുറത്ത് നിന്ന് എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് ഞാനും ഇപ്പോൾ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിൻ്റെ ഇടയിൽ മോൻ എണീച്ചിട്ടുണ്ടായിന്. അങ്ങനെ അവൻ്റെ ബ്രഷെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന കഷ്ണങ്ങളെല്ലാം സാമ്പാറിന് അമ്പിലെടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കില്ല. ഇതിൽ ഞാൻ മോനിക്ക് എടുത്തിട്ടുള്ളത് ദോശയും മീൻ കറിയുമാണ്. പക്ഷേ ഓന് കഴിക്കുന്നേ ഉണ്ടായിട്ടില്ല മീൻ കറി കൂട്ടിയിട്ട്. എനിക്ക് ഈ രാവിലെ കറിയൊന്നും കൂട്ടി കഴിക്കൽ എന്താ പറയുക, വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. ഭയങ്കര പാടാണ് എനിക്ക് ഈ ഫുഡ് കൊടുക്കൽ കറിയെല്ലാം കൂട്ടിയിട്ട്. അപ്പം എങ്ങനെല്ലോ ഞാൻ ആ കറി മാറ്റിയിട്ട് പിന്നെ തേനിട്ടിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ ഓനെ കഴിച്ചിട്ടുണ്ടായിനി. പിന്നെ സാമ്പാർ ഉണ്ടാക്കലാന്ന് ഉമ്മ. ഇതിൽ വേവ് കൂടുതലുള്ള എല്ലാ വെജീസും ഫസ്റ്റ് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ഉള്ളി, തക്കാളി, പിന്നെ അതേപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ. അപ്പോൾ അതൊക്കെ വെന്ത് വന്നെന്ന് കണ്ടപ്പം നേരത്തെ വറുത്ത് മാറ്റിയ തേങ്ങ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാന്ന്. ഇതിൻ്റെ ഇടയിൽ മോനെ റെഡിയാക്കലും അതൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഓന് സ്കൂളിൽ പോവലാ. ഉപ്പയാണ് ഇപ്പം താഴേക്ക് കൊണ്ടാക്കുന്നത്. ഇപ്പം പണ്ടത്തെ പോലെ സ്കൂളിൽ വരെ നടക്കണ്ട, അടുത്തുള്ള നെയ്ബർ കൊണ്ടുവിടലുണ്ട്. അങ്ങനെ മോന് സ്കൂളിലേക്ക് പോയി. ഇനി കറി ഒന്ന് താളിച്ച് വയ്ക്കലാന്ന്. ജസ്റ്റ് വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചോറിനുള്ള അരി എടുക്കലാണ്. അങ്ങനെ ഇതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അത് സൈഡിലേക്ക് ഒന്ന് തുടച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കിച്ചണിലേക്കാണെങ്കിൽ ഫുള്ള് അവിടെ ഇവിടെ പാത്രങ്ങളായിട്ട് നിറഞ്ഞിടക്കേനു കൗണ്ടർ ടോപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കലാന്ന്. അങ്ങനെ ആ കിച്ചണ് ഒരുവിധം പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അടിച്ചു വാരി തുടക്കാനുണ്ട്. അപ്പോൾ വേഗം അതൊക്കെ ചെയ്ത് തീർക്കലാ. അങ്ങനെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാനിരിക്കല. അതിൻ്റെ ഇടയിൽ കുറേ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം കൂടി അങ്ങ് എടുക്കുമ്പം വീഡിയോ ഭയങ്കര ലോങ് ആവുന്നത്. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കലാണ്. ഈ ഒരു ടൈം മോളൊന്നും ഫുഡ് വാങ്ങിക്കുന്നുണ്ടായിട്ടില്ല. ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ അസുഖം ഇങ്ങനെ വന്നും പോയും അങ്ങനെയൊക്കെയാണ്. ഇപ്പം മോക്കാണെങ്കിൽ ഫുള്ള് ജലദോഷവും പനിയൊക്കെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇതാ പാത്രം കഴുകി വെക്കലാന്ന്. അതിനുശേഷം രാത്രിക്ക് നമ്മൾ സാധാ ദോശ ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനുള്ള അരിയും വെള്ളത്തിലിടണം. അതേപോലെ തന്നെ സാമ്പാറാണല്ലോ ഇന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ പിറ്റേന്ന് ഇഡ്ഡലി ഇടാന്നുള്ള രീതിയിൽ അതിനുള്ള അരിയും കൂടി വെള്ളത്തിലിട്ട് വെക്കലാണ്.
അതിൻ്റെ ഇടയിൽ ഉഴുന്ന് അരിച്ച് ഉഴുന്നിൻ്റെ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ നോർമലി ഇഡ്ഡലി ഉണ്ടാക്കുമ്പം ഉലുവ തന്നെ കൂട്ടൽ. ഉമ്മ പിന്നെ പറഞ്ഞ് ഉലുവ കൂട്ടണ്ട, ഈസ്റ്റ് ഇട്ടിച്ച് അങ്ങനെ ചെയ്യാന്നുള്ള രീതിയിൽ ഉലുവയൊന്നും ഇടുന്നില്ല. ജസ്റ്റ് അരിയും അതേപോലെ തന്നെ ഉഴുന്നും മാത്രമേ ഇപ്പോൾ വെള്ളത്തിലിട്ട് വെക്കുന്നുള്ളത്. അങ്ങനെ ഇതാ എമിനെ സ്കൂൾ വിട്ടിട്ട് വന്ന് അതിന് ആ വീഡിയോ എടുക്കുമ്പോഴുള്ള എക്സ്പ്രഷനാണ്. അവനക്ക് ആ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ചെയ്യാൻ മടിയുണ്ട് അങ്ങനെ എന്തെങ്കിലും ആ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവനിപ്പോൾ ഇൻട്രസ്റ്റോടെ ചെയ്യലുണ്ട്. അപ്പോൾ ഉപ്പ പറഞ്ഞ് എനിക്ക് ടി വി വെച്ചാൽ നമ്മൾ ഈ ഒരു ടൈം മോനിക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് ഒന്ന് മുകളിൽ നെയ്ബറിൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഉപ്പാക്ക് ടി വി വെച്ചിട്ട് ഉപ്പാനെ ഇവിടെ ഇരുത്തിയിട്ട് നമ്മളെല്ലാം പോവല. മോൻ പറഞ്ഞു ഞാൻ സ്റ്റെയറിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് മോനും മോളും സ്റ്റെയറിൽ കൂടിയും ഉമ്മാക്ക് പിന്നെ സ്റ്റെയർ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കൂടി അങ്ങനെ പോയിട്ട് അവിടെ എത്തിയിട്ടുള്ളതാണ്. എൻ്റെ മുമ്പത്തെ വ്ളോഗിൽ ഞാൻ പറയലുണ്ടല്ലോ ഒരു തമിഴ് ഫാമിലി ഉണ്ട് നെയ്ബറായിട്ട്. അപ്പോൾ അവരവിടത്തേക്കാണ് പോയിട്ടുള്ളത്. അന്നേരം ഓരോ കുട്ടികളെല്ലാം ഉറങ്ങലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അധിക ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് പോയി ഒന്ന് റൂമെല്ലാം കണ്ട് പിന്നെ ഒരു ചായ എല്ലാം കുടിച്ചിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചു വരുത്താന്ന്. ഇനി മോനെ പഠിപ്പിക്കില്ല. മോനിക്ക് പിറ്റേന്ന് ഹിന്ദി എക്സാമാണ്. അതിൻ്റെ അക്ഷരങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കൽ. കുറച്ച് എവിടെയല്ലോ എന്തെല്ലോ അറിയാം. അങ്ങനെ ഇപ്പോൾ ഉള്ളത്. നമ്മൾ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇവൻ്റെ പഠിപ്പെല്ലാം എന്തെല്ലോ വായിച്ചാണുള്ളത്. അപ്പോൾ ഒരുവിധം പഠിപ്പിച്ചെടുക്കല. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നെയ്ബറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ കുറേ ടൈമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ചായയും കുടിച്ച് ഇറങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് കൊടുത്തു വിട്ടിട്ടുള്ളതാണ് ഈ ഒരു പൊരി. അപ്പോൾ അമ്മ എല്ലാവരും കൂടിയിട്ട് ഇത് കഴിക്കലാന്ന് അന്നേരം. അങ്ങനെ നമ്മൾ റെസ്റ്റ് ടൈമെല്ലാം കഴിഞ്ഞ് ഇനി വീണ്ടും കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ടൈം ഞാനാണ് കയറിയിട്ടുള്ള, ഉമ്മ സൈഡായിട്ടുണ്ട്. അപ്പോൾ രാത്രിക്ക് ദോശ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചോറെടുത്ത് അരിയിലേക്ക് ഇടലാന്ന്. ഇതിലിപ്പം ഉണ്ടാക്കിയെടുക്കുന്ന പച്ചരിയും ചോറും ഇത് രണ്ടും കൂട്ടിയിട്ടുള്ള ദോശയാണ്. അങ്ങനെ ഇത് ഒരു 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ തന്നെ ഞാൻ നോർമലി പാനിലേക്കല്ല ഓയിലാക്കി കൊടുക്കൽ. ഈ ഒരു മാവിലേക്ക് തന്നെയാണ്, ഈ ഒരു ബാറ്ററിലേക്ക് തന്നെയാണ് ഓയിലാക്കി കൊടുക്കൽ. അതാകുമ്പം എളുപ്പമാണ് നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി എടുക്കല. അപ്പോൾ അപ്പുറത്തുനിന്ന് മോന് പഠിക്കുന്നുണ്ട്. മോനിക്ക് കൂട്ടായിട്ട് ഉമ്മയായിരുന്നു കൊടുത്തിട്ടുള്ളത്. ഇപ്പുറത്തുനിന്ന് ഞാൻ അയൺ ചെയ്യുമ്പോൾ ഉപ്പ പറഞ്ഞു വേണ്ട ഞാൻ അയൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയിട്ട് ഉപ്പ അയൺ ചെയ്യല. ഇതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിട്ടില്ല. ഫുഡ് കഴിക്കലും അങ്ങനെയൊക്കെ ആയിരുന്നു അന്നുണ്ടായത്, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഡേൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അതിന് ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.